പത്മനാഭ ഒരു സൂപ്പർ കോള് കിട്ടിട്ടുണ്ടാ. वीर शहीद भगत सिंह जब जेल में थे എന്തോ കാര്യമായിട്ട് പറഞ്ഞുണ്ട്. मुकदमा चल रहा था. അത് പറ, ഞാൻ പറയാ, ഇത് മലയാളം അല്ല. क्या कोई कांग्रेसी परिवार का व्यक्ति अच्छी मैं कौशल्या हूँ. शहीद वीर भगत सिंह को ഹിന്ദി എന്നെ मिलने गया था ഇത്രേ ഉള്ളൂ. ഇതുവരെ സില്ലി അല്ല പറയട്ടെ. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, എനിക്ക് ഹിന്ദി അത്ര നന്നായിട്ട് അറിയില്ല, പക്ഷെ താങ്കൾക്ക് ഉറപ്പായിട്ടും അറിയാമായിരിക്കും. താങ്കൾക്കത് വിവർത്തനം ചെയ്യാം. അപ്പോ ഷാനി മനസ്സിലാക്കേണ്ടത്, ഏതെങ്കിലും കോൺഗ്രസ് കുടുംബത്തിൽ നിന്നുള്ള നേതാവ് വീരചരമം ഷഹീദ് എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന ഭഗത് സിംഗിനെ സന്ദർശിച്ച കഥയല്ല ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞത്. എന്നിട്ട് രക്തസാക്ഷിയായ ഭഗത് സിംഗിനെ കൊലക്കയറിൽ നിന്ന് കൊലക്കയറേറ്റു വാങ്ങിക്കൊണ്ട് മരണമടഞ്ഞ് താഴെ വീണ ആ ഭഗത് സിംഗിനെ ദയവായി മനസ്സിലാക്കണം ശ്രീമതി ശോഭാ സുരേന്ദ്രൻ. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, താങ്കൾ ഈ പ്രസംഗം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെങ്കിൽ ദയവായി കൂടുതൽ അബദ്ധങ്ങളിലേക്ക് നമുക്ക് ചർച്ചയെ കൊണ്ടുപോകേണ്ടതില്ല. അദ്ദേഹം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ജയിലിൽ കിടക്കുന്ന ഭഗത് സിംഗിനെ കോൺഗ്രസ് അത് ശരിയാ. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, അതിനെ അദ്ദേഹം താരതമ്യപ്പെടുത്തിയത് ലാലു പ്രസാദ് യാദവിനെ, അഴിമതി കേസിൽ ശിക്ഷിക്കപ്പെട്ട ലാലു പ്രസാദ് യാദവിനെ രാഹുൽ ഗാന്ധി സന്ദർശിച്ചതുമായി താരതമ്യം ചെയ്തുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അങ്ങനെ പറഞ്ഞത്. ദയവായി ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, താങ്കൾ ആ പ്രസംഗം കേട്ടിട്ടില്ലെങ്കിൽ അതിനെ അപകടകരമായി വ്യാഖ്യാനിക്കരുത്. അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. എന്നാ പിന്നെ ഞാൻ മറ്റേത് ഏത് ദയവായി. നിങ്ങളുടെ ഈ ചർച്ച കേട്ടാൽ കേരളത്തിലെ ജനം, പ്രബുദ്ധരായ ജനമുണ്ടല്ലോ, ഷാനി, ഇത് ചെറിയ കളിയല്ല. പേടിച്ചോ? ഈ ശബ്ദം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുള്ളതാ. ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ പറഞ്ഞത് വീരനായിട്ടുള്ള ഭഗത് സിംഗൻ. ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ പറഞ്ഞത് വീരനായിട്ടുള്ള ഭഗത് സിംഗൻ. വീരചരമം പ്രാപിച്ചപ്പോ ആ ചരമം പ്രാപിച്ചതിന് ശേഷം ഏതെങ്കിലും കോൺഗ്രസിലെ ഒരു വ്യക്തി ആരാണ് അദ്ദേഹത്തെ ഷഹീദായിട്ടുള്ള ഭഗത് സിംഗിനെ സന്ദർശിച്ചത് എന്ന ചോദ്യം. ഇങ്ങോട്ട് വരിക. എന്താ തിരുമേനി, എങ്ങനെ സഹിക്കണു ഈ മുതലിനെ? ആ സാറ് മറുപടി പറയട്ടെ. ചരിത്രകാരനെ നിങ്ങൾ വിളിച്ചിരുത്തിയിട്ടുണ്ടല്ലോ ചർച്ചയിൽ. ഷഹീദ് എന്ന് ഹിന്ദിയിൽ പറഞ്ഞാൽ എന്താ അർത്ഥം? ആ വാക്കിന്റെ അർത്ഥം എന്താ ഷാനി? മരണമടഞ്ഞ ഭഗത് സിംഗിനെ കുറിച്ചാണ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ പ്രസംഗിച്ചത്. ജീവിച്ചിരിക്കുന്ന ഭഗത് സിംഗിനെ കുറിച്ചല്ല. പ്രബുദ്ധരായ കേരളത്തിലെ മലയാളികൾക്ക് മുന്നിൽ ഈ തരത്തിൽ നമുക്ക് ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ട് ആ ചർച്ച അവസാനിക്കുകയാണ്. ആ വിഷയത്തെ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ അവസാനിപ്പിക്കുകയാണ്. കാരണം പരാമർശത്തിനിടയാക്കിയ സാഹചര്യവും അതിനുള്ള വ്യക്തതയും ഞാൻ തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഏത് സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ ആ പരാമർശം നടത്തിയത് എന്ന് പറഞ്ഞു. ഹിന്ദി പഠിച്ചിട്ട് ചർച്ചയിൽ വന്നിരുന്നാൽ മതി. ഹിന്ദി പഠിച്ചിട്ട് ചർച്ചയിൽ വന്നിരുന്നാൽ മതി. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പ്രസംഗമൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോ പഠിച്ചിട്ട് വന്നിരിക്കണം. ശോഭാ സുരേന്ദ്രൻ, താങ്കൾ എന്താണ് പറയുന്നത്? പ്രധാനമന്ത്രി പറഞ്ഞത് ആരെങ്കിലും ശ്രീ ഭഗത് സിംഗിനെ സന്ദർശിച്ചിട്ടുണ്ടോ ജയിലിൽ കിടക്കുമ്പോൾ, സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാടി ജയിലിൽ കിടക്കുമ്പോൾ എന്ന് തന്നെയാണ് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ. ദയവായി നമുക്ക് അത്രയും അപഹാസ്യമായ തരത്തിലേക്ക് ഒരു ചർച്ചയെ കൊണ്ടുപോകാൻ സാധ്യമല്ല. എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.